ഈരാറ്റുപേട്ടയുടെ ചരിത്രത്തിൽ സമാനതകളില്ലാത്തൊരു ദുരന്തമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. പക്ഷേ ആ ദുരന്തത്തിനെ ഒറ്റക്കെട്ടായി അതിജീവിക്കുവാൻ ഇവിടെയുള്ള സന്നദ്ധ പ്രവർത്തകർ, അതായത് ടീം എമർജൻസി അടക്കം, ടീം നന്മക്കൂട്ടം അടക്കം മറ്റു പല സന്നദ്ധ പ്രവർത്തകരും, അതിലെടുത്തു പറയേണ്ടത് ടീം എമർജൻസിയുടെ പ്രവർത്തനമാണ്. പാതിരാവിൽ രണ്ടാം നില വീട്ടിൽ അകപ്പെട്ടു പോയ, അല്ലെങ്കിൽ ഒരു നിലയിൽ മാത്രം വെള്ളം കയറുകയുള്ളൂ എന്ന് പ്രതീക്ഷ വെച്ചുകൊണ്ട് വീടിൻ്റെ രണ്ടാം നിലയിൽ അഭയം കണ്ട നൂറുകണക്കിന് ആളുകളെ അവരുടെ ബോട്ട് ഉപയോഗിച്ചുകൊണ്ട് രക്ഷപ്പെടുത്തുന്ന കാഴ്ച ഈരാറ്റുപേട്ടയിൽ എല്ലാവരും കണ്ടതാണ്. അതുപോലുള്ള ഓരോ സന്നദ്ധ പ്രവർത്തകരുടെ കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമായി ഈ വലിയ ദുരന്തത്തെ നാം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. പൂർണ്ണമായും സർക്കാർ സംവിധാനങ്ങളും അതുപോലെ മുനിസിപ്പാലിറ്റി അടക്കമുള്ള സംവിധാനങ്ങളും ഈ നാട്ടിലെ ജനങ്ങളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ വലിയൊരു ദുരന്തത്തെ അതിജീവിക്കുക തന്നെ ചെയ്യും. അതിനുള്ള മുഴുവൻ സഹകരണങ്ങളും എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ കാരണവന്മാർ പോലും കേട്ടുകഴിവില്ലാത്തൊരു ഏറ്റവും വലിയ പ്രളയമാണ് ഈരാറ്റുപേട്ട ഉണ്ടായത്. നമ്മൾ സാധാരണ 2018 ചെറിയ പ്രളയം വന്ന് അതിജീവിച്ചിട്ടുണ്ട്. ഇത് ഒരുപാട് നാശനഷ്ടം, 400ഓളം വീടുകളിൽ വെള്ളം കയറി അവരുടെ എല്ലാ ഉപകരണങ്ങളും, ബെഡ്, അതുപോലെ തന്നെ കട്ടിൽ, നമ്മുടെ വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ് ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും നശിച്ച ആദ്യത്തെ പ്രളയമാണ് ഈരാറ്റുപേട്ട ഉണ്ടായത്. അതിനെ വിറകലിച്ച് നിൽക്കാതെ യുവാക്കൾ നല്ല കാരണവന്മാർ സഹിതം രംഗത്തിറങ്ങിക്കൊണ്ട് അതിനുള്ള പണി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾ കാണുന്നുണ്ട് ഈ കാഴ്ച ഫുള്ള്. ഇതുപോലെ ദിവസങ്ങളായി പിള്ളേർ, അതുപോലെ പ്രായഭേദമന്യേ, രാഷ്ട്രീയ ഭേദമന്യേ, മതഭേദമന്യേ എല്ലാവരും ഇതിലോട്ടിറങ്ങി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഈരാറ്റുപേട്ടയിൽ പ്രളയത്തിന് ബാക്കിയുള്ള സ്ഥലങ്ങളിലോട്ട് പ്രളയം വരുമ്പോൾ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും ഈരാറ്റുപേട്ടയിൽ ആദ്യമായിട്ട് ഇതുപോലെ ഒരു പ്രളയം വരുമ്പം ആരും വിറങ്ങലിച്ച് നിൽക്കാനുള്ള ഒരു മനസ്സ് കാണിക്കാതെ രംഗത്തിലോട്ട് ഇറക്കി എന്നുള്ളതാണ് വാസ്തവം. ആ ഒരു മനസ്സാണ് എല്ലാവർക്കും ഉള്ളത്. നമുക്കറിയാം, ഈ പ്രളയം വന്നാൽ സാധാരണ എല്ലാവരും വാവിട്ട് കരയും. എൻ്റെ ഇത്ര രൂപ നഷ്ടം വന്ന് എൻ്റെ കേട്ടർ ആരും ഒരു ആവലാതി ആരോടും ഇതുവരെയും പറഞ്ഞു കേട്ടിട്ടില്ല എൻ്റെ നഷ്ടങ്ങളെക്കുറിച്ച്. അവരെന്ത് ചെയ്യാം, എങ്ങനെ പുനർജീവിക്കാം എന്നുള്ള സ്വയമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ കൂടെ ഉണ്ട്. ഇപ്പം ഞങ്ങൾ ഇവിടെ കളക്ഷൻ റെഡിയായിക്കൊണ്ടിരിക്കുക, വീടുകളിൽ പോയ സാമഗ്രികളെല്ലാം വാങ്ങിക്കാനുള്ള. അപ്പം അതിൻ്റെ കളക്ഷൻ സെൻറ്റർ തുടങ്ങി. ഇപ്പോൾ ഇന്ന് തൊടുപുഴ മഹാറാണി പോലെയുള്ള വലിയൊരു ടെക്സ്റ്റൈൽസിൽ നിന്ന് സാധന സാമഗ്രികളെല്ലാം അവിടെ നിന്ന് ഇങ്ങോട്ട് വരും. അവരിപ്പോൾ അറിയിച്ചിട്ടുണ്ട് അങ്ങനെ എത്തിക്കാവുന്നു. അങ്ങനെ എല്ലാവരും ഇങ്ങോട്ട് സാധനങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് വിളിച്ച് ചോദിച്ച്. ഇപ്പോൾ അറിയാം, ഒരു ബർത്ത്ഡേ നടത്തേണ്ട ഫംഗ്ഷൻ്റെ കാശ് പോലും ഇവിടെ നമ്മുടെ ഈ ദുരിതാശ്വാസ ക്യാമ്പിലോട്ട് കൊണ്ട് എത്തിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈരാറ്റുപേട്ട അതിജീവിച്ച് തന്നെ മുന്നോട്ട് പോകും. ആർക്കും ഒരു പ്രശ്നം, ഒരുപാട് നഷ്ടങ്ങൾ കടകളിൽ തന്നെ എടുക്കുവാണെങ്കിൽ 100 കോടിയുടെ മേളിലാണ് നഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അതിനെ അതിജീവിച്ച് മുന്നോട്ട് വരും എന്നുള്ള നല്ല പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. ഞങ്ങളെന്നേരം എല്ലാവരും താങ്ങുന്നണലുമായി വ്യാപാരികളുടെ ഒപ്പം അല്ലെങ്കിൽ വീട്ടുകാരോടൊപ്പം ഞങ്ങളെല്ലാം ഉണ്ട്. തീർച്ചയായിട്ടും ഇതിനെ അതിജീവിച്ച് മുന്നോട്ട് ഉടനെ തന്നെ വരും, കാലതാമസമില്ലാതെ. അതിനുള്ള എല്ലാ കാൽവെപ്പും ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിനെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കുന്നു. ഇതിന് സഹകരിച്ച എല്ലാവർക്കും നന്ദിയാണ് പറയാനുള്ളത്. ഇനിയും സഹായിക്കുന്നവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ഇനിയും അകമെഴിഞ്ഞ് എല്ലാവരും മുന്നോട്ട് വരണമെന്ന് മാത്രമാണ് പറയാനുള്ളത്. ഇതിപ്പം നമുക്ക് ഇതിൽ എടുത്തു പറയേണ്ടത് എന്നാണെന്നറിയോ, ഞങ്ങളുടെ വനിതാ കൗൺസിലർമാർ, കൗൺസിലർമാർ പൂർണ്ണമായിട്ടും പൊതുപ്രവർത്തകർ തന്നെയാണ്. അന്നേരം അവർ ഓട്ടോമാറ്റിക്കലി പ്രവർത്തനത്തിൽ ഇറങ്ങും. പക്ഷേ വനിതാ കൗൺസിലറിൻ്റെ എടുത്തു പറയാൻ കാരണം, ഇത് തുടങ്ങിയപ്പോൾ മുതൽ ഇവരെല്ലാം സ്ട്രോങ് ആയിട്ട് വീട്ടിൽ പണിയെടുക്കുന്ന പോലെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഓരോ വാർഡിലേക്കുള്ള ഭക്ഷണം എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം വാർഡ് കേന്ദ്രീകരിച്ച് ഓരോ ലിസ്റ്റ് എടുത്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഞങ്ങൾ സ്ത്രീകളായിട്ടുള്ള മുനിസിപ്പൽ കൗൺസിലേഴ്സ് അരിയാനും അങ്ങനത്തേനൊക്കെ ഹെൽപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എല്ലാ വാർഡിലും ഇന്നുകൊണ്ട് നമ്മൾ കമ്മ്യൂണിറ്റി കിച്ചൺ അത് നിർത്തും. ഇത് 3 ദിവസമായിട്ടും ഈ ഒരു ഒരേ ലെവലിൽ ഇങ്ങനെ തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. പിന്നെ ഈ ഒരു വനിതാ കൗൺസിലേഴ്സ് എല്ലാവരും ഒരു രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഈ ഒരു അവസ്ഥയിൽ നമ്മളിതിനെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ ഒരു ഘട്ടമൊന്ന് നമുക്ക് അതിജീവിക്കണമല്ലോ. അതിനെല്ലാവരും തന്നെ സജീവമായിട്ട് എല്ലാ സമയത്തും രാഷ്ട്രീയമോ ഒന്നും കൂടാതെ ഏത് സമയത്തും ഇവിടെ 24 മണിക്കൂറൊന്നും പോലെ നമ്മൾ കൺട്രോൾ റൂമായിട്ട് ഇവിടെ ഉണ്ട്. ഞങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് കൂട്ടായി നിൽക്കുകയാണ്. ഞങ്ങളുടെ 2 വാർഡിലും കയറിയിട്ടില്ല വെള്ളം. പക്ഷേ ഞങ്ങൾ ഇതിനു വേണ്ടി മുന്നിട്ട് എല്ലാവരും ഒന്നിച്ച് കൂട്ടായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 3 ദിവസമായി ഇവിടെ ഈ ഫ്ലഡിനോടനുബന്ധിച്ച് കമ്മ്യൂണിറ്റി കിച്ചൺ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ജാതി മത ഭേദമന്യേ 29 വാർഡിലെ കൗൺസിലേഴ്സ് രാഷ്ട്രീയം നോക്കാതെ
കൈമൈ മറന്ന് സഹകരിച്ച് ഇവിടെ പ്രവർത്തിക്കുന്നു. ഫ്ലഡ് എഫക്റ്റഡ് ആയിട്ടുള്ള എല്ലാ ഏരിയയിലും ഫുഡുകൾ കൃത്യമായി എത്തിക്കുന്നു. ആ വാർഡുകളിലുള്ള വീടുകളിലെ മലിനീകരണപ്പെട്ട എല്ലാ കിണറുകളും വീടുകളും എല്ലാം ശുചീകരിക്കുന്നു. നല്ലൊരു എഫേർട്ട് എടുത്ത് തന്നെ എല്ലാവരും കൂടെ നിൽക്കുകയാണ്. നമ്മുടെ ക്ലീനിങ് സ്റ്റാഫ് ആണെങ്കിലും രാപകലില്ലാതെ നമ്മളോടൊപ്പം ചേർന്ന് ഈ കമ്മ്യൂണിറ്റി കിച്ചണിന് വേണ്ടിയും ഈ നാടിന് വേണ്ടി സഹകരിച്ച് പ്രവർത്തിക്കുന്നു. അത് തന്നെയാണ് ഞങ്ങളുടെ മുതൽക്കൂട്ടും. ഇതിൽ നിന്നെല്ലാം കരകയറാൻ ഞങ്ങളുടെ ഒരു ബലവും ഇത് തന്നെയാണ്. 50 വീടോളം വെള്ളം കയറിയിട്ടുണ്ട്. 24 വീടോളം ഫുള്ളായിട്ട് മുങ്ങിയിട്ടുണ്ട്. ഇപ്പം ഇവിടെ ഈ 3 ദിവസമായിട്ട് ഞങ്ങൾ ഫുൾ ടൈം ഇവിടെ കമ്മ്യൂണിറ്റി കിച്ചണിൽ പ്രവർത്തിക്കുകയും ആളുകൾക്ക് ആവശ്യമുള്ളവർക്കെല്ലാം ഫുഡ് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. എൻ്റെ വാർഡിലുണ്ടായിട്ടില്ല, പക്ഷെ മറ്റുള്ള വാർഡുകളൊക്കെ നല്ലപോലെ ബാധിച്ചിട്ടുണ്ട്. ഞങ്ങൾ 3 ദിവസമായിട്ട് ഇവിടെ എല്ലാ കൗൺസിലർമാരും ഒരു പാർട്ടി നോക്കാതെ ഞങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് ചെയ്യുകയാണ്. ഇവിടെ വെള്ളപ്പൊക്കത്തിൽ ദുരിതം അനുഭവിക്കുന്ന ആൾക്കാർക്ക് ഭക്ഷണങ്ങളൊക്കെ റെഡിയാക്കി അവരെ പാക്ക് ചെയ്ത് ഓരോരുത്തർക്കും എത്തിച്ചു കൊടുക്കുന്നു. ഓരോ മെമ്പർമാർ അത് എല്ലാം നല്ല രീതിയിൽ ചെയ്തു. അവർക്ക് അവരുടെ എണ്ണം എടുത്തിട്ട് എത്ര പേർക്ക് വേണം എന്നുള്ളത് കണക്കാക്കി അവർ കൊടുത്തു വിടുന്നു. വണ്ടി കൊണ്ട് അവരുടെ വീടുകളിൽ എത്തിക്കുക. അത് നല്ല പ്രവർത്തനം തന്നെയാണ്. ഇവിടെ വേറിട്ടൊരു കാഴ്ച എന്ന് പറയുന്നത് രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും നല്ല ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കുന്ന ഈ ഈരാറ്റുപേട്ടയിൽ പറയാതിരിക്കാൻ പറ്റും. നാടിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പൊതുവെ പറയലുണ്ട്. പക്ഷെ അതിനെല്ലാം തകർക്കുന്ന രീതിയിലാണ് ഈരാറ്റുപേട്ടയുടെ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായപ്പോഴത്തേനും എല്ലാ മനുഷ്യരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഈ സൗഹൃദ കിച്ചണിൽ എല്ലാവരും എല്ലാം നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്ന, എല്ലാവർക്കും ഒരേപോലെ ആരെയും മാറ്റി നിർത്താതെ എല്ലാ ഭക്ഷണമാണേലും വസ്ത്രങ്ങളാണേലും എല്ലാം അവർ എത്തിച്ചു കൊടുക്കുന്നു. നല്ലൊരു കാഴ്ച തന്നെയാണ്. ഞങ്ങളും ഒരു ഭാഗമാകുന്നത്. നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. സന്തോഷം തന്നെ. ഞങ്ങൾ കിടങ്ങൂർ അയർക്കുന്നം തൊടുപുഴ എന്നൊക്കെയാണ്. ഞങ്ങൾക്ക് ബസ് ഇല്ലെങ്കിൽ കൂടി ഞങ്ങൾ എങ്ങനെയായാലും ഒക്കെ ഇവിടെ എത്തിച്ചേർന്നു. ഞങ്ങൾ ഇന്നലെയൊക്കെ പോയത് എങ്ങനെയാണെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല. ഓരോ ഊടുവഴി കയറി ഞങ്ങളും ഈ കൂട്ടത്തിൽ ഇവരുടെ ഈ സഹകരണം കാണുമ്പോൾ നമുക്ക് അവിടെ വീട്ടിൽ ഇരിക്കാൻ തോന്നിയില്ല. അതുകൊണ്ട് ഞങ്ങളും വന്നു. ഞങ്ങൾ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനും വിസ്ഡം യൂത്തും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഈ പ്രളയബാധിത സ്ഥലങ്ങളിലൊക്കെ ഇതിനു മുമ്പും ശേഷം കൊളപ്പാറയായാലും കൂട്ടിക്കലായാലും മറ്റിടങ്ങളിലൊക്കെ സംഭവിച്ച ഈ നാശനഷ്ടങ്ങൾക്ക് അവരുടെ വീടുകളിൽ നിത്യോപസാധന വസ്തുക്കൾ, പ്രത്യേകിച്ച് അടുപ്പുകൾ, മിക്സി ഉള്ള ഐറ്റംസുകൾ, ഫാന്, ഇങ്ങനെ മോട്ടറുകൾ എല്ലാം അവരുടെ സൗജന്യമായി റിപ്പയർ ചെയ്ത് അവർക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ് നടക്കുന്നത്. എല്ലാ സ്ഥലത്തും ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായി ഇവിടെയും എത്തിച്ചേർന്നാണ്. ഇവിടെ 2 ഇടത്ത് ഞങ്ങൾ ഓൾറെഡി നടത്തുന്നുണ്ട്. ഇവിടെയും തെക്കേക്കരയിലും ഇൻഷാ അല്ലാ 3 ദിവസം ഇവിടെ പ്രോഗ്രാം ഉണ്ടാവും. ഇവിടെ എത്തിക്കിട്ടുന്ന എല്ലാ വസ്തുക്കളും നന്നാക്കി അവർക്ക് റിപ്പയർ ചെയ്ത് കൊടുക്കുന്നതാണ്. അതിനുള്ള ആളുകൾ ആലപ്പുഴയിൽ നിന്നും ഞങ്ങളുടെ വിശ്വവിദ്യത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്നും എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനിയും ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ ഞങ്ങൾ കിണറുകൾ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്, വീടുകൾ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ സന്നദ്ധ സേവന പ്രവർത്തനങ്ങളിൽ വിസ്ഡം യൂത്ത് വളരെ കാര്യക്ഷമമായി ഇടപെടുന്നുണ്ട്. ഇത് എല്ലാവരെയും എത്തിക്കുന്നതിലും നിങ്ങൾ ഇടപെട്ടതിലും ഞങ്ങൾക്ക് നന്ദി അറിയിക്കുന്നു. ഈരാറ്റുപേട്ട കണ്ടിട്ടില്ലാത്ത അത്രയും വലിയ ഒരു പ്രളയമാണ് ഈ വർഷം ഈരാറ്റുപേട്ടയിൽ ഉണ്ടായിട്ടുള്ളത്. ഏകദേശം ഒരു 400ഓളം വീടുകൾ ഭാഗികമായും പൂർണ്ണമായും ഒക്കെ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈരാറ്റുപേട്ടയിലെ ഒരുപാട് വ്യാപാര സ്ഥാപനങ്ങൾ, കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് ഈരാറ്റുപേട്ടയിൽ സംഭവിച്ചിട്ടുള്ളത്. ഓണവുമായി ബന്ധപ്പെട്ട് പർച്ചേസ് ചെയ്ത ഒരുപാട് കടകൾ, അതേപോലെ തന്നെ ഒരുപാട് വീടുകളിലെ പാവങ്ങളുടെ വീടുകളിലെ ഗൃഹോപകരണങ്ങൾ മുഴുവൻ സാധനങ്ങൾ, ഉടുതുണിയല്ലാതെ മറ്റെല്ലാ സാധനങ്ങളും നഷ്ടപ്പെട്ട അനവധി വീടുകളാണ് ഇവിടെയുള്ളത്. അന്ന് രാത്രി ഏകദേശം 12 മണിയോടുകൂടിയാണ് ഈരാറ്റുപേട്ടയിൽ പ്രളയം കയറുകയും അന്ന് മുതൽ പാർട്ടിയുടെ എല്ലാ പ്രവർത്തകരും വളരെ കർമ്മനിരതരായി തന്നെ ജീവകാരുണ്യ മേഖലയിൽ ജീവൻ രക്ഷാമാർഗത്തിലും മറ്റ് സേവന പ്രവർത്തനങ്ങളിലും സജ്ജമായിരിക്കുകയാണ്. ഈരാറ്റുപേട്ടയിൽ നിന്നല്ല, സമീപ മണ്ഡലങ്ങളിൽ നിന്നും സമീപ ജില്ലകളിൽ നിന്നുമൊക്കെ നൂറുകണക്കിന് STPയുടെ വോളണ്ടിയർമാർ വളരെ കർമ്മനിരതരായി വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള അതാത് മേഖലകൾ തിരഞ്ഞെടുത്ത് ഫൗസിയ ഓഡിറ്റോറിയത്തിൽ ഇന്നലെ മുതൽ തുടങ്ങിയതാണ് വീട്ടുപകരണങ്ങൾ ഫ്രീ ആയി, അഥവാ മോട്ടർ, മിക്സി, വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ് എന്നിവ ഫ്രീ ആയി അതിൽ പ്രാഗൽഭ്യം നേടിയ പ്രവർത്തകർ വന്നുകൊണ്ട് പൂർണ്ണമായും സൗജന്യമായും റിപ്പയർ ചെയ്ത് ഇന്നലെ തന്നെ 520ഓളം സാധനങ്ങളാണ് വന്നത്. ഇന്നും അതേപോലെ വന്നുകൊണ്ടിരിക്കുന്നു, റിപ്പയർ ചെയ്ത് ഫ്രീ ആയി കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ പ്രവർത്തകർ പൂർണ്ണമായും കിണറുകൾ
ഒരുപാട് കിണറുകൾ ശുദ്ധീകരിക്കുന്നതിൻ്റെ ഭാഗമായി ഇന്ന് കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, വാഴൂർ, കോട്ടയം, തൊടുപുഴ, ആലുവയിൽ നിന്ന് മുഴുവൻ വരെ പ്രവർത്തകരെ ഇവിടെ നമുക്ക് വാളണ്ടിയർമാരെ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വീട് ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ട് 3-4 സെക്ഷൻ തിരിച്ച് വാളണ്ടിയർമാരെ വിട്ടിരിക്കുകയാണ്. വളരെ കർമ്മനിരതരായി തന്നെ പ്രവർത്തകരുണ്ട്. അത് വളരെ ആത്മാർത്ഥമായി മുമ്പോട്ട് പോകുന്നു. ഈരാറ്റുപേട്ടയെ സംബന്ധിച്ചിടത്തോളം ഇത്രയേറെ ബാധിച്ച ഒരു പ്രളയം നമ്മുടെ ഒന്നും ഓർമ്മയിലുണ്ടായിട്ടില്ല. അത് ജനജീവിതത്തെ ആകെപ്പാടെ ദുസ്സഹമാക്കി എന്നുള്ള കാര്യം പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ഈ വാർഡിനെ സംബന്ധിച്ചിടത്തോളമാണ് ഏറ്റവും കൂടുതൽ ഈരാറ്റുപേട്ടയിൽ നടന്നതിൽ ഏറ്റവും വലിയ ദുരന്തം ഉണ്ടായത് നമ്മുടെ ഈ 9-ാം വാർഡിലാണ്. ഏകദേശം 124ഓളം വീടുകളിൽ വെള്ളം കയറി ഇറങ്ങിപ്പോയി. അതുപോലെ തന്നെ 84 വീട് സാരമായി ബാധിച്ചു. ആ വീടുകളിലെ 61 വീടുകളിലെ മുഴുവൻ സാധനങ്ങളും നഷ്ടപ്പെട്ടു പോകുന്നതാണ്. ഏകദേശം ഉള്ള മുഴുവൻ ഫർണിച്ചറുകളും അതുപോലെ തന്നെ ഇലക്ട്രിക് ഉപകരണങ്ങളും മറ്റ് എല്ലാ സംവിധാനങ്ങളും തകർന്ന അവസ്ഥയിലാണ്. ഏകദേശം ഈ പറഞ്ഞ ഒരു 61ഓളം വീടുകൾ, 84 വീടുകളിൽ കംപ്ലീറ്റ് സാധനങ്ങളും അവർ ഉപയോഗശൂന്യമായി റീവൈൻഡിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നു. മൊത്തത്തിൽ ഈ പ്രദേശത്തെ ആകെ, മാത്രമല്ല ഇപ്പോൾ ഈ കാലാവസ്ഥ വീണ്ടും അത് ഏറ്റവും അപകടം നിറഞ്ഞ ഒരു കാലാവസ്ഥയിലാണ് ഇതുവരെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു വെയിൽ തോർന്നാൽ ആളുകൾക്ക് ആശ്വാസമാകും. പക്ഷെ അതുപോലും ഇല്ലാത്തൊരവസ്ഥയിൽ ഇവിടെയുള്ള കിണറുകൾ പോലും നമുക്ക് തേകാൻ കഴിയുന്നില്ല. ഇപ്പോൾ പലരും വന്ന് കിണറുകൾ തേകുമ്പോൾ കിണറുകൾ ഇടിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം പലയിടത്തും കാണുന്നതുകൊണ്ട് നിർത്തിവെക്കുകയാണ്. അങ്ങനെ ക്ലീനിങ് പരിപാടികൾ ഇവിടെ ബഹുമാന്യരായ ഉസ്താദുമാരടക്കമുള്ള ആളുകൾ ഇവിടെ ക്ലീനിങ്ങിന് വന്നിരിക്കുന്നു. മറ്റ് എല്ലാ സംഘടനകളും ഇവിടെ ക്ലീനിങ്ങിന് വന്നിട്ടുണ്ട്. അതുപോലെ എല്ലാ ആളുകളും, കഴിയുന്ന മുഴുവൻ ആളുകളും അവരെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ, ഇപ്പോൾ ഇവിടെ തണലിൻ്റെ പ്രിയപ്പെട്ട MD ഇവിടുത്തെ ഹാഷിമുണ്ട്, അവരൊക്കെ ഇവിടെ ബെഡടക്കമുള്ള സാധനങ്ങൾ കൊണ്ട് കൊടുക്കാൻ വേണ്ടി എത്തിച്ചേർന്നാണ്. എല്ലാ ആളുകളും MESൻ്റെ യൂത്ത് വിങ്ങിൻ്റെ കുട്ടികളുണ്ടായിരുന്നു, നമ്മുടെ ബഡ് സ്കൂളും നമ്മുടെ ഇവിടുത്തെ അംഗൻവാടിയൊക്കെ ക്ലീനിങ്ങിനുണ്ടായിരുന്നു. അതുപോലെ എല്ലാ സംഘടനകളുടെയും ആളുകൾ ഇവിടെ ക്ലീനിങ്ങിന് ലൈവായിട്ടുണ്ട്. അപ്പോൾ എല്ലാ ആളുകളുടെയും ഒരു സപ്പോർട്ടോടു കൂടിയാണ് നമ്മൾ ഈ സംവിധാനം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ 4 ദിവസക്കാലമായി നമ്മൾ ഈ ഇവിടെ തന്നെ ഉണ്ട്. നമ്മുടെ സംഘടന DYFI ആണേലും പാർട്ടി ആണേലും അതുപോലെ തന്നെ ഈ നാട്ടിലെ പൗരാവലിയും നഗരസഭയടക്കം എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ ദുരിതത്തെ ചെറുത്തു തോൽപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായി മുമ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് ഇതുവരെ കയറിയിട്ടില്ലാത്ത നമ്മുടെ ഗവൺമെൻറ് മുസ്ലിം LP സ്കൂള്, ആ സ്കൂളിൽ ക്ലീനിങ് പ്രവർത്തനത്തിലായിരുന്നു ആദ്യം തുടക്കത്തിൽ ഞങ്ങൾ. രണ്ടാമത് ഓരോ വീടുകളിലേക്കും, അങ്ങനെ കടകൾ, അതുപോലെ തന്നെ റോഡ്, പാലങ്ങൾ, അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും ക്ലീൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പുരോഗമന പ്രസ്ഥാനങ്ങളും അതുപോലെ തന്നെ യുവജന സംഘടനയായ DYFI അടക്കമുള്ള എല്ലാ യുവജന സംഘടനകളും ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ ചേർത്ത് തോൽപ്പിക്കുന്നതിന് വേണ്ടിയുള്ള അഹോരാത്രമായ പരിശ്രമം നടക്കുന്നു. ഇതിൻ്റെ കൂടെ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമ്മൾ ഈരാറ്റുപേട്ടയിലെ ജനങ്ങൾ ഒന്നാകെ ഇതിനെ ചേർത്ത് തോൽപ്പിക്കാൻ വേണ്ടി ഇറങ്ങുമ്പോൾ നമുക്കൊരു വലിയ രീതിയിലുള്ള ഒരു ധനസഹായം വലിയ രീതിയിൽ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അത് പൊതുജനങ്ങളിൽ നിന്നും കേരളത്തിലാകമാനം, ഇന്ത്യയിലാകമാനം, ലോകത്താകമാനമുള്ള ജനങ്ങൾ, ഈരാറ്റുപേട്ടയെ സ്നേഹിക്കുന്ന ജനങ്ങൾ ഈരാറ്റുപേട്ടയ്ക്ക് സാമ്പത്തികപരമായും മറ്റു രീതിയിലുള്ള സഹായങ്ങളും ചെയ്യുന്നു. ഇനി നമുക്ക് വേണ്ടത്, ഇത് ഇപ്പോൾ കേരളത്തിലാകമാനം നടക്കുന്ന ഒരു ദുരന്തമായി മാറി. പ്രത്യേകിച്ച് ഇതിൻ്റെ എഫക്റ്റ് ഏറ്റവും കൂടുതൽ ബാധിച്ചത് ഈരാറ്റുപേട്ട പോലുള്ളൊരു സ്ഥലത്താണ്. നമുക്ക് ഇവിടുത്തെ വിഷ്വൽസ്, മീഡിയാസിൻ്റെ വീഡിയോകളെല്ലാം കാണാൻ സാധിക്കും. അപ്പം അടിയന്തരമായി ഈ ദുരന്തം ഒരു സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിക്കുകയും ഇതിന് കൃത്യമായ ഒരു സംസ്ഥാന പാക്കേജ് ഗവൺമെൻറ് അനുവദിക്കുകയും ചെയ്താൽ നമ്മുടെ നാട് ഇനി മുന്നേറാൻ സാധിക്കുകയുള്ളൂ. നിരവധി പാലങ്ങൾ, നിരവധി കെട്ടിടങ്ങൾ, നിരവധി കച്ചവട സ്ഥാപനങ്ങൾ, അതുപോലെ നിരവധി വാഹനങ്ങൾ, ഒരു മനുഷ്യന് ആദ്യം മുതലേ എല്ലാം കെട്ടിപ്പടുക്കേണ്ട അവസ്ഥയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇപ്പം നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ മിക്ക റോഡുകളും തകർന്നുപോയി. ഇതിൻ്റെ ഭാഗമായി ഒരുമാതിരിപ്പെട്ട ഗ്രാമീണ പൊതു PWD റോഡുകളെല്ലാം തന്നെ തകർന്നുപോയി. ഇത് അടിയന്തരമായി എങ്കിലും നമുക്ക് ചെയ്യേണ്ടതാണെങ്കിൽ അതിന് കൃത്യമായ സർക്കാർ ഫണ്ട്, ധനസഹായം എല്ലാം ഉണ്ടാകണമെന്നുണ്ട്. നഗരസഭയ്ക്കൊന്നും അതിനൊന്നും കൃത്യമായ അത്രയൊന്നും ഫോളോ ചെയ്യാൻ പറ്റത്തില്ല. ഇത് നഗരസഭയുടെ എല്ലാം കയ്യിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഒരു കാര്യമാണ്. അപ്പം സർക്കാർ ധനസഹായം കൃത്യമായി പാക്കേജോട് കൂടി തന്നെ ഉണ്ടാകണമെന്ന ഒരു ആവശ്യം കൂടെ ഇതിൻ്റെ ഭാഗമായി നിങ്ങളുടെ മീഡിയയുടെ മുമ്പിൽ ആദ്യമായിട്ട് പറഞ്ഞു വയ്ക്കുകയാണ്. എന്താണെങ്കിലും ഇവർ പറഞ്ഞതുപോലെ ഇതൊരു സംസ്ഥാന ദുരന്തമായിട്ട് പ്രഖ്യാപിക്കണമെന്നുള്ളതാണ് ഇവരുടേതടക്കം ആവശ്യം. എന്താണെങ്കിലും കൂടുതൽ കാഴ്ചകൾ നമ്മളിവിടുന്ന് കാണേണ്ടതുണ്ട്. സൗഹൃദത്തിൻ്റെയും അതുപോലെ തന്നെ അതിനോടൊപ്പം തന്നെ മാനുഷികതയുടെയും ഒരുപാട് കാഴ്ചകൾ ഈരാറ്റുപേട്ടയിൽ നിന്നും ഞങ്ങൾ നിങ്ങൾക്ക് മുൻപിലേക്ക് എത്തിക്കുകയാണ്.